രാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം. ശ്രീമദ് വാത്മീകി രാമായണം കഥാസാരത്തെ പറഞ്ഞു വരുന്നു. മുഴുവൻ കഥകളെയും വായിക്കുക എന്നതാണ് ചെയ്യുന്നത്. അത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ താടകാവധം തൊട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയണത്. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ 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 നാരായണ. ഓം. ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീഹരേ. ഗുരുവായൂരപ്പ. രാമായണത്തെ പറയാനുള്ള ആ ശക്തി കിട്ടാൻ തന്നെ പ്രയാസം. അപ്പോൾ അതിന് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുക, അല്ലാണ്ട് മാർഗമില്ല. രാമായണ തത്വത്തെ മനസ്സിലാക്കാൻ വളരെ വിഷമമാണ് എന്ന് എല്ലാ ആചാര്യന്മാരും ഒരേപോലെ പറയണം. ഭക്തിയാ ഭാഗവതം ജ്ഞേയം, ഭക്തിയാ യുക്തിയാ ച ഭാരതം, ഭക്തിയാ യുക്തിയാ വിഭക്തിയാ ച രാമായണം സ്മൃതം എന്നാണ്. ഇപ്പോൾ ഭക്തി വേണം, യുക്തി വേണം, വിഭക്തി വേണം, എന്നാലേ രാമായണത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം അത്രയും പ്രാധാന്യമുണ്ട്. ഇവിടെ സ്ത്രീവധം, ഗുരുവിൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് ധർമ്മിഷ്ഠനായിട്ടുള്ള സൂര്യവംശ രാജാവ് ഭഗവാന്റെ അവതാരം ശ്രീരാമൻ മർത്യഭാവത്തിൽ ചെയ്തു എന്നാണ്. ഇപ്പം സ്ത്രീവധം ചെയ്യൽ സ്വതേ പാടില്ലാത്തതാണ്. ബാലരെ കൊല്ലാൻ പാടില്ല, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, പശുഹത്യ ചെയ്യാൻ പാടില്ല. അങ്ങനെ പല നിയമങ്ങളുമുണ്ട്. അപ്പോൾ ആ നിയമത്തിനെ ഇവിടെ ലംഘിക്കുകയാണ്. അത് ഒരു ലോകഹിതം ആണ് എന്ന് ഗുരു നേരത്തെ പറഞ്ഞു. ഭൂമിയെ രക്ഷിക്കാൻ, ബ്രാഹ്മണന്മാരെ രക്ഷിക്കാൻ, സാത്വികത രക്ഷിക്കാൻ, ഇങ്ങനെ ഒരു വധം ചെയ്യണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുക തന്നെ വേണം രാമ എന്ന് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറഞ്ഞ പ്രകാരമാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അയോധ്യയിൽ വെച്ചിട്ട് ഗുരുക്കന്മാരുടെ മുമ്പിൽ മഹാത്മാവായിട്ടുള്ള എൻ്റെ അച്ഛൻ പിതാവ് ദശരഥ മഹാരാജാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകളൊക്കെ ഒരു ശങ്കയും കൂടാതെ കണ്ട്, സംശയവും കൂടാതെ കണ്ട് പ്രവർത്തിക്കണം എന്ന്. അപ്പോൾ ഗുരുവിൻ്റെ വാക്ക് എന്ന നിലയ്ക്കും പിന്നെ അച്ഛൻ്റെ വാക്ക് എന്ന നിലയ്ക്കും അച്ഛൻ പറഞ്ഞു ഈ ഗുരു പറഞ്ഞേ ചെയ്യണം എന്ന്. അച്ഛനും ഗുരുവാണ്, അതിലായിട്ടല്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ നിർദ്ദേശം, അത് അങ്ങയുടെ ആജ്ഞ, ഗൗരവത്തിൽ തന്നെ ഞാനത് ചെയ്യും, അത് അവഗണിക്കില്ല, അതെൻ്റെ കടമയാണ്. ഇങ്ങനെ ബ്രഹ്മവാദികളായിട്ടുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും വാക്കുകളെ പ്രമാണമാക്കിക്കൊണ്ട് ഉത്തമമായിട്ടുള്ള താടകാവധ കൃത്യം ഞാനിതാ ചെയ്യാം. അപ്പോൾ ബ്രഹ്മവാദിനഃ പിതൃവചഃ ഗുരുശാസനഃ അപി എന്നാണ്. അത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് കരിഷ്യാമി ന സന്ദേഹഃ താടകാവധം ഉത്തമം എന്ന് രാമൻ വിധിച്ചു. എന്നിട്ട് ബ്രാഹ്മണഹിതാർത്ഥായ ദേശസ്യ ച ഹിതായ ച, അതുകൊണ്ടാണ് ഈ കർത്തവ്യം ഞാൻ ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ്, ബ്രാഹ്മണഹിതത്തിന് വേണ്ടിയിട്ടാണ്. നമോ ബ്രഹ്മണ്യ ദേവായ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. അങ്ങനെയാണ്. അപ്പോൾ ജഗദ്ധിതം ചെയ്യുന്ന അതേ ഭഗവാൻ തന്നെയാണ് ശ്രീരാമനും. ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും വ്യത്യാസമില്ല എന്ന് സാരം. അപ്പം അത് മുൻനിർത്തിക്കൊണ്ട് ഈ ഭഗവാന്റെ ഈ കഴിവുകളെ അളക്കാൻ സാധിക്കില്ല.
അങ്ങനെ അപ്രമേയനായിട്ടുള്ള ഭഗവാന്റെ ഈ പ്രവൃത്തി അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഹിതമാവാൻ, ലോകഹിതം ദേവഹിതം അതൊക്കെ വേണമല്ലോ, അവനവനും ഹിതാവണം. അപ്പം അതുകൊണ്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വില്ലിൻ്റെ നടുക്കം കൊണ്ട് പിടിച്ചു. എന്നിട്ട് ശത്രുഞ്ജയനായിട്ടുള്ള ആ രാമനൻ ദിക്കുകൾ മുഴങ്ങുമാറ് വില്ലിൻ്റെ ഞാണൊന്ന് വലിച്ച് അങ്ങോട്ട് വിട്ടു. ഈ ശബ്ദം കേട്ടതോട് കൂടിയിട്ട് താടകാവനത്തിലുള്ള സകല രാക്ഷസന്മാരും രാക്ഷസികളും ഒക്കെ പേടിച്ചുപോയി. താടക ക്രുദ്ധയായി ശുണ്ഠിയെടുത്തുകൊണ്ട് ഈ ആരാ ശബ്ദം ഉണ്ടാക്കിയത് എന്ന് ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് ഈ ശബ്ദം പുറപ്പെടുവിച്ച ആ സ്ഥലത്തേക്ക് ഓടിയെത്തി. അപ്പോൾ വികൃതയാണ്, വികൃതമുഖിയാണ്, അതേപോലെ വലിപ്പം കൊണ്ട് അതിഭീകരയാണ്. വല്ലാത്തൊരു ഔത്സുക്യത്തോടു കൂടിയിട്ടാണ് ആ താടക വന്നത്. ഈ രാമനെ കണ്ടതോട് കൂടിയിട്ട് ശുണ്ഠി നല്ലോണം ഇങ്ങനെ പുറമേക്ക് വന്നു. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, നോക്കൂ ലക്ഷ്മണ, ഈ യക്ഷിണിയുടെ ദാരുണ ഭീകരമായിട്ടുള്ള ശരീരവലിപ്പം അത് കണ്ടാൽ തന്നെ ഭീരുക്കളുടെ ഹൃദയം തകരും. അധൃഷ്ടിയാണ്, മായാബലമുണ്ട്. ഈ ഇവളെ കാതും മൂക്കും ചെത്തി വിടാനാണ് ഞാൻ കരുതണത്. സ്ത്രീവധം അരുതാത്തതാണല്ലോ. ഇപ്പോൾ കൊല്ലാൻ പോകണില്ല, അവളുടെ വീര്യം കെടുത്തി ഈ വഴി മുടക്കുക എന്ന നിലയ്ക്ക് ഒന്ന് പിന്തിരിപ്പിക്കാം. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കോപിഷ്ഠയായിട്ട് ആ താടക അലറി വിളിച്ചുകൊണ്ട് രാമൻ്റെ നേരെ ഓടിയെടുത്തു. അപ്പോൾ വിശ്വാമിത്ര ബ്രഹ്മർഷിയാണ് ആ താടകയെ ഹുങ്കാരം കൊണ്ട് വിലക്കി. അപ്പോൾ രഘുകുലജാതരായിട്ടുള്ള ഈ രാമനും ലക്ഷ്മണനും വിജയത്തെയും ക്ഷേമത്തെയും ആശീർവദിച്ചു. മഹാമുനിയുടെ അനുഗ്രഹം കിട്ടി രാമന്. അതിഘോരമായിട്ട് ചാടി വീണതായിട്ടുള്ള ആ താടകയുടെ പ്രവൃത്തി മൂലം ഭൂമിയിൽ നിന്ന് പൊടി ഒന്നിച്ചങ്ങോട്ട് പൊന്തിന. അതേപോലെ താടക രാജകുമാരന്മാരെ ഈ പൊടി കൊണ്ട് അങ്ങോട്ട് മൂടി കുറച്ച് നേരത്തേക്ക് ഒന്നും കാണാൻ വയ്യാതെ കണ്ട് ഇവർ വല്ലാതെ കണ്ട് പരിഭ്രമിച്ചു. അങ്ങനെ ഒരു മായാജാലത്തിലാക്കിക്കൊണ്ട് ഇവരുടെ നേരെ ഈ പാറകളൊക്കെ എടുത്ത് വലിച്ചെറിയാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ രാമനെ വധിക്കാനുള്ള ഉദ്ദേശമാണല്ലോ, വലിയ വലിയ പാറകളാണ്, ചെറുതല്ല. അപ്പോൾ രാമൻ നല്ലോണം ചുണ്ടിയെടുത്തു. ശരവർഷം ചെയ്തുകൊണ്ട് ആ ശിലാവർഷത്തെ മുഴുവൻ പൊടി പൊടിയാക്കി അവളുടെ 2 കയ്യും അങ്ങോട്ട് ഛേദിച്ചു അമ്പുകളെ കൊണ്ട്. കയ്യുകൾ പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കയ്യും കാതും മൂക്കുമൊക്കെ ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണനും സഹായിച്ചു എന്നാണ്. ലക്ഷ്മണനും കാതും മൂക്കുമൊക്കെ സഹായിച്ചു എന്നാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ രൂപങ്ങൾ എടുക്കാൻ കഴിവുള്ള ആ താടക പല പല രൂപങ്ങളിൽ വന്നു മറഞ്ഞു നിന്നുകൊണ്ട് മായയുദ്ധം കാണിച്ചുകൊണ്ട് ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു. അതിഭയങ്കരമായിട്ടുള്ള കല്ലുമഴ തൊട്ടുള്ള പലതും ആ താടക ചെയ്തു. ഇവർ വീരന്മാരായിട്ടുള്ള 2 പേരും വജ്രം, അശനി ഇങ്ങനെയുള്ള തുല്യമായിട്ടുള്ള ജ്യാസ്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലിൻ്റെ ഞാണ് വലിച്ച് വിടുന്നതാണ് ജ്യാസ്വനം. അങ്ങനെ ശബ്ദമുണ്ടാക്കിയിട്ട് പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള വിഷമങ്ങൾ ഈ താടകയ്ക്ക് കാതിങ്ങനെ പൊട്ടിപ്പോവുക. അപ്പോൾ കാതൊക്കെ പൊട്ടിയിട്ട് ബോധം പോയി. വീണ്ടും ബോധം വന്നതിൻ്റെ ശേഷം പർവ്വതത്തിങ്ങനെ ഈ കൊടുമുടികൾ എടുത്തിട്ട് എറിയുകയാണ്. അത്രയും നീളവും അത്രയും വലിപ്പമൊക്കെയാണ് ഈ താടകയ്ക്ക്. അപ്പോൾ കൈ നീളാനൊന്നും പ്രയാസമില്ല. നമ്മളൊരു കല്ലെടുക്കണ കൂട്ടത്തിലാണ് പർവ്വതത്തിൻ്റെ ഒരു ശിഖരം എടുത്തിട്ട് എറിയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമുജിയുടെ തനയനായിട്ടുള്ള ഈ ഇന്ദ്രനെയും വിഷ്ണുവിനെയും എന്ന പോലെ അവിടെ ഇന്ദ്രാദി ദേവന്മാർ, അതേപോലെ പാലകനായിട്ടുള്ള വിഷ്ണു, പലതരത്തിലുള്ള ഈ ആസുര ദൈത്യ രാക്ഷസ നിഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് കണക്കാക്കിയാൽ മതി. അങ്ങനെയുള്ള ഈ രംഗത്ത് ഈ ഗാധിപുത്രൻ രാമനോട് പറഞ്ഞു, ഇവളോട് ദയ കാണിക്കണ്ട.
ഇവൾ ദുഷ്ടചാരിണിയാണ്, പാപിനിയാണ്, യജ്ഞവിഘ്നം ഉണ്ടാക്കുന്നവളാണ്, മായ കൊണ്ട് ശക്തി കാണിക്കുന്നവളാണ്, അവളെ വധിച്ചോളൂ. രാക്ഷസന്മാർ സന്ധ്യാകാലത്ത് കരുത്ത് കൂടുതൽ വർദ്ധിക്കും, അജയ്യരായിട്ട് തീരും. അപ്പോൾ ഇങ്ങനെ കല്ലെടുത്ത് എറിയണായിട്ടുള്ള ഈ യക്ഷിയെ ശബ്ദവേദി ശരം അങ്ങനെ ഒന്നുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് തടുത്തു ആദ്യം. എന്നിട്ട് അവൾക്ക് ഇങ്ങോട്ട് കാണാത്ത രീതിയിലും ശരം അങ്ങോട്ട് പ്രയോഗിച്ചു രാമൻ. അപ്പോൾ മായ അവിടെ ഈ താടകയ്ക്ക് മായ കാണിക്കാൻ പറ്റാണ്ടേ. അങ്ങനെ ഭഗവാന്റെ ഈ അതി കഴിവുകളെ കൗശലം കൊണ്ട് ഈ അമ്പുകളാകുന്ന മായ അപ്പോൾ മറയ്ക്കപ്പെട്ടു എന്നർത്ഥം, അത്രയ്ക്കുണ്ട്. അപ്പോൾ താടകയ്ക്ക് ചുണ്ടി കൂടുതലൊന്നു അലറി എടുത്തുകൊണ്ട് സ്ഥാനം നിർണയം ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഓടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഈ ഇടിവെട്ട് പോലെ രാമനെ പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അങ്ങോട്ട് അശനിപാദം പോലെ ഈ രാമൻ്റെ അമ്പ് അങ്ങോട്ട് ചെന്ന് കൊണ്ടത്. അത് താടകയുടെ ഹൃദയത്തിൽ തന്നെ നെഞ്ചിൽ അങ്ങോട്ട് തുളഞ്ഞു കയറി. അതോട് കൂടിയിട്ട് ഈ മാറി പിളർന്നപ്പോൾ ഹൃദയം പൊട്ടിപ്പോയപ്പോൾ താടക ചത്ത് മലച്ച് വീണു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അതായത് താടക ആ സമയത്ത് അതിഘോര രൂപിണിയാണ്, വിഷ്ണുവാണ് വധിച്ചത്. അപ്പോൾ ആ വിഷ്ണുവിൽ നിന്ന് അനുഗ്രഹമാണ്, നിഗ്രഹാനുഗ്രഹമാണ് കിട്ടിയത്. അതുകൊണ്ട് മുക്തിയാണ്. സ അപപാദം ആര ഇങ്ങനെ പറയുമ്പോൾ പാപരഹിതമായിട്ടുള്ള ഒരു പാതകവും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തിച്ചേർന്നു, വിഷ്ണുപദം പ്രാപിച്ചു എന്നതാണ്. അപ്പോൾ ആ താടകം മരിച്ചു. ഇത് കണ്ടപ്പോൾ ഇന്ദ്രനും മറ്റു ദേവന്മാരൊക്കെ എല്ലാവരും വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ് രാമനെ വാഴ്ത്തി, അതേപോലെ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. ദേവന്മാരെ വിശ്വാമിത്രനോട് പറഞ്ഞു, കൗശിക ഈ രാമനെ കൊണ്ട് ഇങ്ങനെ താടകയെ വധിച്ചതോട് കൂടിയിട്ട് എല്ലാ ദേവഗണങ്ങളും സന്തോഷത്തെ പ്രാപിച്ചിരിക്കുന്നു. ഈ രാമനിൽ എത്രയാണോ ഞങ്ങൾക്കുള്ള സ്നേഹം അത് മുഴുവൻ അറിയിക്കണേ. ബ്രഹ്മൻ എന്ന് ബ്രഹ്മർഷിയായിട്ടുള്ള വിശ്വാമിത്രനെ സ്തുതിച്ചുകൊണ്ട് ദേവന്മാർ ഈ സത്യപരാക്രമരായിട്ടുള്ള തപോബലം തികഞ്ഞവരായിട്ടുള്ള പ്രജാപതികളായിട്ടുള്ള ഈ ഭൃശാശൻ്റെ അല്ലെങ്കിൽ കൃശാശൻ്റെ സന്തതികളായിട്ടുള്ള അസ്ത്രവിദ്യകളെ മുഴുവൻ രാഘവന് ഉപദേശിക്കാൻ വേണ്ടി അങ്ങ് തയ്യാറാവണേ എന്നും പ്രത്യേകമായിട്ട് പറയുകയാണ്. അല്ലയോ ബ്രഹ്മൻ, അങ്ങയെ അനുസരിക്കുന്നതിൽ നിഷ്ഠയോടുകൂടിയ ഈ രാമൻ ഈ ഉപദേശത്തിന് അർഹതായിട്ടുള്ള ഒരു സൽപാത്രമാണ്. ദേവകാര്യങ്ങളെല്ലാം നടക്കേണ്ടത് രാജകുമാരനിലൂടെയാണ്. അതുകൊണ്ട് വിശ്വാമിത്രനെ ഇങ്ങനെയൊക്കെ നന്നായി പുകഴ്ത്തിയിട്ട് പൂജിച്ച് സന്തുഷ്ടനാക്കിയിട്ട് ദേവന്മാർ കുറേ വരങ്ങളൊക്കെ കൊടുത്ത് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ദേവന്മാരുടെ വരം ഇവർക്ക് ആവശ്യമുണ്ടായിട്ടല്ല, എങ്കിലും അതൊക്കെ കൊടുക്കുക എന്നുള്ളത് നിയമമാണ്. അതുകൊണ്ട് അങ്ങനെ പോയി. അപ്പോഴേക്കും നേരം സന്ധ്യയായി. അപ്പോൾ വിശ്വാമിത്രൻ പ്രിയതനായിട്ട് താടകാവധത്തിൽ സന്തോഷനായിട്ട് രാമനെ ആലിംഗനം ചെയ്തു, മൂർധാവിൽ ആക്രാണിച്ചു. അതിനുശേഷം രാമ ശുഭദർശന, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ വസിക്കാം, നാളെ പ്രഭാതത്തിൽ നമുക്ക് എൻ്റെ ആശ്രമത്തിലേക്ക് പോവാം. ഇങ്ങനെ വിശ്വാമിത്രൻ്റെ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് താടകാവനത്തിൽ സുഖമായിട്ട് രാത്രി കഴിഞ്ഞുകൂടി. അതേ ദിവസം തന്നെ ആ വനം ശാപമുക്തമായി. അതുകൊണ്ട് വളരെയധികം സുഖത്തെ പ്രദാനം ചെയ്യുന്ന കാനനം ആയിട്ട് മാറി എന്നാണ്. അവിടെ ചൈത്രരഥം പോലെ കുബേരോദ്യാനമാണ്, വടക്ക് ദിക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരൻ്റെ ഉദ്യാനത്തിൻ്റെ പേരാണ് ചൈത്രരഥം. അതുപോലെ ശോഭനമായി എന്നാണ്. അങ്ങനെ രാമൻ ഈ യക്ഷസ്വതയായിട്ടുള്ള യക്ഷിണിയെ താടകയെ വധിച്ചപ്പോൾ ഈ ദേവന്മാർ സിദ്ധസംഘങ്ങൾ അവരെല്ലാവരും രാമനെയും സ്തുതിച്ചു. അതിനുശേഷം മുനിയോട് കൂടിയിട്ട് രാത്രി കഴിച്ചുകൂട്ടി രാവിലെ ഈ ഉണർത്തുപാട്ടൊക്കെ കേട്ടുകൊണ്ട് രാമൻ ജാഗരൂകനായി. അങ്ങനെ 26ാമത്തെ സർഗം പറഞ്ഞു വെച്ചു. ഇനി 27ാമത്തെ സർഗത്തിൽ രാത്രി കഴിഞ്ഞതിന് ശേഷം മഹായശസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ ഈ നല്ലോണം ചിരിച്ചുകൊണ്ട് മധുരസ്വരത്തിൽ രാഘവനോട് പറഞ്ഞു, രാമനോട് പറഞ്ഞു, മഹായശസ്വിയായിട്ടുള്ള രാജകുമാര, ഞാനിപ്പോൾ സന്തോഷവാനാണ്, എല്ലാ മംഗളങ്ങളും നിനക്ക് എന്നും കിട്ടുമാറാകട്ടെ. വളരെ പ്രീതിയോട് കൂടിയിട്ട് ഞാൻ ചില വിശേഷപ്പെട്ടതായിട്ടുള്ള ഈ
ദിവ്യാസ്ത്രങ്ങൾ, ആ ഉപദേശങ്ങൾ ഇതാ തരാം. ദേവാസുര യുദ്ധങ്ങൾക്ക്, അങ്ങനെയുള്ള ഗണങ്ങൾക്ക്, ഗന്ധർവ ഉരക സകലവിധ ശത്രുഭാവത്തെ മുഴുവൻ യുദ്ധത്തിൽ ഇല്ലാണ്ടാക്കേണ്ട ഒരു ഭാവം നിനക്ക് വരും. അപ്പം അതുകൊണ്ട് ഈ അസ്ത്രശാസ്ത്രങ്ങളെയൊക്കെ നീ ജയിക്കുക തന്നെ വേണം, സിദ്ധി നേടണം എന്നിപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ദിവ്യാസ്ത്രങ്ങളെയൊക്കെ ഒന്നും ബാക്കിയില്ലാതെ കണ്ട മുഴുവൻ താൻ നിനക്ക് തരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അതെല്ലാം കൊടുത്തു എന്നാണ്. അപ്പോൾ ഒരുപാട് അസ്ത്രങ്ങളെ അവിടെ പ്രത്യേകമായിട്ടുള്ള ചില വിജയത്തെ കിട്ടാൻ അർഹത ഉണ്ട് ഈ അസ്ത്രങ്ങൾ കയ്യിലുള്ള ആൾക്ക്. ആ അസ്ത്രങ്ങളുടെ പേര് കുറെ പറയാണ്. ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ ദണ്ഡചക്രം, ഈ സുദർശനചക്രം തന്നെ പോലെ മറ്റൊരു ദണ്ഡചക്രം, ഒരു വടി കൂടി ഉണ്ടാവാം പിന്നിൽ, അത്രയേ ഉള്ളൂ. പിന്നെ ധർമ്മചക്രം, കാലചക്രം, വിഷ്ണുചക്രം, പിന്നെ ഐന്ദ്രചക്രം, വജ്രാസ്ത്രം, ശിവന്റെ ത്രിശൂലം, ബ്രഹ്മശിരോ അസ്ത്രം, ബ്രഹ്മശിരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം, പിന്നെ ഐഷികം, പിന്നെ ദേവചക്രം, ദിവ്യാസ്ത്രങ്ങൾ, ബ്രഹ്മാസ്ത്രം, പിന്നെ മോദകി, ശിഖരി, അത്യുജ്വലമായിട്ടുള്ള 2 ഗദ, പിന്നെ ധർമ്മപാശം, കാലപാശം, വരുണപാശം, അതേപോലെ ശുഷ്കം, ആർദ്രം 2 അശനിപാദങ്ങൾ, ഈ ഇടിമിന്നൽ പോലെയുള്ള വാളുകൾ, അതാണ്. അതേപോലെ പൈനാകം, പിനാകം, നാരായണം, ഇങ്ങനെയുള്ള അസ്ത്രങ്ങൾ. പിനാകത്ത് നിന്ന് വരുന്ന അസ്ത്രമാണ് പൈനാകം. അപ്പോൾ ശിവാസ്ത്രമാണ് അർത്ഥം. പിന്നെ ശിഖരം, ആഗ്നേയാസ്ത്രങ്ങൾ, ക്രൗഞ്ചാസ്ത്രങ്ങൾ, പിന്നെ രാക്ഷസ വംശനാശത്തിന് വേണ്ടിയിട്ട് കങ്കാളം, പിന്നെ മുസലം, കലാപം, കിങ്കിണി, ഇങ്ങനെയുള്ള അസുരാസ്ത്രങ്ങൾ. അതേപോലെ വൈദ്യാധരം, വിദ്യാധരം എന്നർത്ഥം, അത് നന്ദകം എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള അസിരത്നങ്ങൾ, വാളുകളാണ് അതൊക്കെ. പിന്നെ ഗന്ധർവന്മാർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള മോഹനം എന്നുള്ള അസ്ത്രം, പ്രസ്വാപനാസ്ത്രം, പ്രശമനാസ്ത്രം, പിന്നെ സൗമ്യത്തിന് പകരം സൗര്യം, അങ്ങനെയുള്ള അസ്ത്രങ്ങളുണ്ട്. അതേപോലെ ശോഷണം, സന്താപനം, വിലാപനം, പിന്നെ കരയിക്കുന്നത്, തപിപ്പിക്കുന്നത്, ശോഷിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള അസ്ത്രങ്ങളാണ്. പിന്നെ മാദനം, അത് ഈ കാമദേവൻ്റെ അസ്ത്രമാണ്. ആർക്കും എടുക്കാൻ പറ്റാത്ത അമോഘാസ്ത്രങ്ങൾ, ഗാന്ധർവം, മാനവം, പൈശാചം, മോഹനം, താമസം, സൗമനം, സംവർത്തം, മൗസലം, ഇങ്ങനെ പലതരത്തിൽപ്പെടുന്നതായിട്ടുള്ള അസ്ത്രങ്ങളെ ഇതാ ഞാൻ തരണു. നരശാർദൂലനായിട്ട് ഭവൻ അതെല്ലാം സ്വീകരിക്കണം. സത്യാസ്ത്രം, മായാമയം, സൗരമായ, തേജപ്രഭം, പിന്നെ ശത്രു തേജസ്സിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള പല അസ്ത്രങ്ങൾ, സൂര്യപരമായിട്ട് സോമാസ്ത്രം, പിന്നെ ചന്ദ്രപരമായിട്ടുള്ളത്, പിന്നെ ത്വാഷ്ട്രം, ഭഗൻ എന്നുള്ള ആ ദേവൻ്റെ അസ്ത്രം, ശീതേഷു എന്ന മാനവാസ്ത്രം, പിന്നെ മഹാബലമുള്ളതായിട്ടുള്ള കാമരൂപങ്ങൾ, ഇങ്ങനെ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള അസ്ത്രങ്ങൾ ഇതാ ഞാൻ തരണു. ഇതൊക്കെ അനവധി വലിയ വലിയ മന്ത്രങ്ങളാണ്. അതിൻ്റെയൊക്കെ സൂചന ഓരോരോ അസ്ത്രങ്ങൾക്ക് ഇന്ന പേര് എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ആ മുനി പുങ്കവൻ, ഈ വിശ്വാമിത്രൻ, അത്യുത്തമമായിട്ടുള്ള മന്ത്രങ്ങൾ മുഴുവൻ രാമനോട് ഓരോന്നോരോന്നായിട്ട് ഉപദേശിച്ചു. എല്ലാം ഗ്രഹിക്കാൻ ഈ ദേവന്മാർക്ക് പോലും കഴിയില്ല എങ്കിലും ഇവിടെ വിഷ്ണുവായിട്ടുള്ള ശ്രീരാമന് അത് വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിച്ചു. ബ്രഹ്മജ്ഞനായിട്ടുള്ള രാമനും ബ്രഹ്മഋഷിയായിട്ടുള്ള വിശ്വാമിത്രനും രണ്ടുപേർക്കും ഒരേപോലെ കഴിവുണ്ടായതുകൊണ്ട് അത് കൊടുക്കപ്പെട്ടു. മഹർഷിമാർക്ക് അധീനമായിരിക്കുന്ന, അതേപോലെ വിശ്വാമിത്രന് ഈ സ്വന്തമായിട്ടുള്ള സ്വായത്തമായിട്ടുള്ള ഈ അസ്ത്രങ്ങളെയെല്ലാം മന്ത്രരൂപമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. അവരെല്ലാം സന്തുഷ്ടരായി, മറ്റേ വിധേയരായിക്കൊണ്ട് അഞ്ജലി കൂപ്പൈകളോട് കൂടിയിട്ട് ഞങ്ങൾ ഇതാ ഭഗവാന്മാർക്ക് കിങ്കരന്മാരായിരിക്കുന്നു കേട്ടോ എന്ന് അസ്ത്രങ്ങൾ മുഴുവൻ രൂപം സ്വീകരിച്ചുകൊണ്ട് രാമനെയും അതേപോലെ ലക്ഷ്മണനെയും വിശ്വാമിത്രനെയും നമസ്കരിക്കുകയാണ്. അപ്പോൾ ഇതിൽ രാമനെ നമസ്കരിച്ചു എന്നതാണ് ഇതിൽ ആസാരം. ഇങ്ങനെ അങ്ങയുടെ ഇച്ഛയനുസരിച്ച് ചെയ്യാൻ ഇതാ ഞങ്ങൾ അങ്ങ് എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരും എന്ന് സമ്മതം കൊടുത്തു അസ്ത്രങ്ങൾ രാമന്. മഹാബലരായിട്ടുള്ള രാമൻ ഇവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടും സ്തുതിക്കുക, അങ്ങനെയൊക്കെ വേണം, അതൊക്കെ ഒരു നിയമമാണ്. അങ്ങനെ ഈ ശ്രീരാമൻ
കൈകൂപ്പിക്കൊണ്ട് വന്ദിച്ചുകൊണ്ട് എൻ്റെ മനസ്സിലിരിക്കുന്നവരായിട്ട് എന്നും ഭവിച്ചാലും ഹൃദയസ്ഥമായി, അപ്പോൾ ഹൃദയസ്ഥനായിട്ടിരിക്കൂ എന്ന് ഓരോരോ അസ്ത്രങ്ങളോടും പ്രത്യേകം പ്രത്യേകം പറഞ്ഞു. അതാണ് സ്തുതി. ഇങ്ങനെ അവരെ നല്ലോണം പ്രാർത്ഥിച്ചു. അതിന് സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്ര മുനിയെ വീണ്ടും അഭിവാദ്യം ചെയ്ത് ഗുരുവിനെ അങ്ങനെ ബഹുമാനിക്കണം. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ 27-ാമത്തെ അധ്യായം 77-ാമത്തെ സർഗം അവിടെ അവസാനിച്ചു. അതിനുശേഷം 28-ാമത്തെ സർഗത്തിൽ പറയാണ്, ഈ അസ്ത്രശാസ്ത്രങ്ങളെയൊക്കെ നന്നായിട്ട് സ്വീകരിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഈ ശ്രീരാമൻ വിശ്വാമിത്രനോട് പറഞ്ഞു, സുരന്മാർക്ക് പോലും അദൃശ്യങ്ങളായിട്ടുള്ള അസ്ത്രശസ്ത്രങ്ങൾ ഇപ്പോൾ അങ്ങയാൽ എനിക്ക് പറഞ്ഞു തന്നു, ഞാനത് സ്വീകരിച്ചു. ഇതിനെ സംഗ്രഹിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കുക, ആ വിദ്യ കൂടി എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മാസ്ത്രമൊക്കെ വിടുമ്പോൾ ബ്രഹ്മാസ്ത്രം അവിടെ പ്രയോഗിക്കാൻ പാടില്ല, അങ്ങനെ വെച്ചാൽ അതിനെ തിരിച്ചു വിളിക്കണം. അപ്പോൾ അതിനുള്ള വിദ്യയും കൂടി പറഞ്ഞു തരണം. നമുക്കിപ്പോൾ ഒരു കല്ലെടുത്താണ്ട് എറിഞ്ഞു വെച്ചാൽ ആ കല്ലിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു അമ്പ് എഴുതി കഴിഞ്ഞാൽ ആ അമ്പിനെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ നിയമമുണ്ട്. അപ്പോൾ അത് വേണം. ഈ അമോഘാസ്ത്രങ്ങൾക്ക്, ദിവ്യാസ്ത്രങ്ങൾക്ക് അതൊക്കെ വേണം. അപ്പോൾ അതും കൂടി പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. അങ്ങനെ രാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സംഹാര പ്രകാരങ്ങളെ മുഴുവൻ സുവ്രതനായിട്ടുള്ള, പരിശുദ്ധനായിട്ടുള്ള, ധൃതിമാനായിട്ടുള്ള ആ വിശ്വാമിത്ര മഹർഷി തിരിച്ച് ഉപദേശിക്കുകയാണ്. എങ്ങനെയാണ്? സത്യവത്ത് സത്യകീർത്തി ധൃഷ്ടം രഭസം പ്രതിഹാരതനം പരാങ്മുഖം അവാങ്മുഖം ലക്ഷ്യം അലക്ഷ്യം ദൃഢനാഭം സുനാഭം ദശാക്ഷം ശതവക്ത്രം ദശശീർഷം ശതോദരം പത്മനാഭം മഹാനാഭം ദുന്ദുനാഭം സ്വനാഭം ജ്യോതിഷം ശകുനം നൈരാശ്യം വിമലം യൗഗന്ധരം വിനിദ്രം ദൈത്യപ്രശമനം ശുചിബാഹു മഹാബാഹു നിഷ്കലിവിരുചം സാർച്ചിമാലി ധൃതിമാലി വൃത്തിമാൻ രുചിരം പിത്ര്യം സൗമനസം വിധുതം മകരം പരവീരം രതി ധനം ധാന്യം കാമരൂപം കാമരുചി മോഹനം ആവരണം മാരണം ജൃംഭകം സർവനാഥം സന്ധാനം വരുണം ഇങ്ങനെയുള്ള എല്ലാ വിദ്യകളും ഭാസുരങ്ങളായിട്ടുള്ള കാമരൂപിണികളായിട്ടുള്ള കൃശാശ തനയരെയും അതേപോലെ ഈ മഹാമുനിയിൽ നിന്ന് എന്നുവെച്ചാൽ ഞങ്ങളുടെ വംശത്തിലുള്ള ഓരോരുത്തരും സമ്പാദിച്ചതായിട്ടുള്ള പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് മുഴുവൻ ഇതാ ഞാൻ തരണു. ഇങ്ങനെ രാമ അങ്ങയ്ക്ക് മംഗളം സംഭവിക്കട്ടെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വീകരിക്കാൻ ഉത്കൃഷ്ട പാത്രം തന്നെയാണ് ഈ രാമൻ. അപ്പോൾ വിദ്യ എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല, വിദ്യ അർഹതപ്പെട്ട പാത്രത്തിൽ മാത്രമേ കൊടുക്കാവൂ. ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അത് കൊടുത്തു. രാമൻ അത് സന്തോഷത്തോടു കൂടി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. ദിവ്യഭാസ്വര ദേഹന്മാരായിക്കൊണ്ട്, മൂർത്തിമാന്മാരായിക്കൊണ്ട്, സുഖപ്രദരായിക്കൊണ്ട്, അങ്കാര സദൃശരായിക്കൊണ്ട്, ധൂമ സദൃശരായിക്കൊണ്ട്, ചന്ദ്രാർക്ക സദൃശരായിക്കൊണ്ട് കൂപ്പുകൈകളോട് കൂടിയിട്ട് രാമൻ ഇങ്ങനെ സ്വീകരിച്ചുവല്ലോ. അപ്പോൾ അങ്ങോട്ടും അതേപോലെ മധുരമായിട്ടുള്ള ഭാഷണങ്ങളെല്ലാം പറഞ്ഞു. ഈ രാമനും ലക്ഷ്മണനും ദശരഥപുത്രന്മാരായിട്ടുള്ള ഞങ്ങൾ ഇതായി ഇവിടെ നിൽക്കണു, ഞങ്ങൾ എന്താണ് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആജ്ഞാപിക്കണേ എന്ന് ഈ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു. മനസ്സിൽ ഇങ്ങനെ യഥാവസരം എനിക്ക് സഹായം എന്താണോ ചെയ്യേണ്ടത് ആ സമയത്ത് അത് ചെയ്തോളൂ, ഇവിടെ കാവലായിട്ട് നിൽക്കൂ, എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത് അത് അറിഞ്ഞ് ചെയ്തോളൂ. ഇങ്ങനെ മനോരഥരായിക്കൊണ്ട്, അതായത് വിശ്വാമിത്രൻ്റെ ആഗ്രഹം മനസ്സിൽ എന്താണോ വന്നത് അതിനെ അറിഞ്ഞ് പ്രവർത്തിച്ചോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പം അങ്ങനെ യഥേഷ്ടം ഗമിച്ചാലും എന്ന് വെച്ചാൽ എവിടെയാണ് നിൽക്കേണ്ടത് വെച്ചാൽ അവിടെ നിൽക്കണം കേട്ടോ എന്നതാണ്. അങ്ങനെ പറഞ്ഞ് രാമനെ പ്രദക്ഷിണം ചെയ്തിട്ട് ഏവമസ്തു എന്ന് പറയുകയും ചെയ്തു. അതിലെന്താ വെച്ചാൽ രാമൻ ഈശ്വരനാണ്. അപ്പോൾ രാമനെ ഈ ഗുരുവിന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കാൻ ഒരു പ്രയാസമില്ല. രാമൻ അങ്ങോട്ടും അതേപോലെ വിശ്വാമിത്രനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഇങ്ങനെ അനുവാദം വാങ്ങിയിട്ട് ഈ അസ്ത്രശസ്ത്രങ്ങൾ മുഴുവൻ ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. അസ്ത്രശസ്ത്രങ്ങളെ ശ്രീരാമനും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു എന്നാണ്. അതാണ് ഇങ്ങനെ പരസ്പരം കൊടുക്കൽ വാങ്ങൽ. കാരണം എന്താ, ഇതൊക്കെ ദേവാംശങ്ങളാണ്, ദേവന്മാർ തന്നെയാണ്. അപ്പോൾ ആ ദേവത്വത്തെ കാണിക്കണമെങ്കിൽ ഇവിടെ മർത്യഭാവത്തിലാണ് ശ്രീരാമൻ. അപ്പോൾ അതുകൊണ്ട് ആ വിധിപ്രകാരം, അതും ഗുരുവിൻ്റെ ആജ്ഞയാണ്,
ആ രീതിയിൽ അതെല്ലാം ചെയ്തു എന്ന് പറയാം. അതിനുശേഷം ഈ അസ്ത്രവിദ്യയൊക്കെ ഗ്രഹിച്ച് യാത്ര ചെയ്തുകൊണ്ട് രാമൻ വിനീതനായിട്ട് മഹർഷിയോട് പറഞ്ഞു, വിശ്വാമിത്ര മഹർഷിയെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പർവ്വതത്തിനരികിലുള്ള ഈ പ്രദേശത്ത് മേഘം നിറഞ്ഞ പോലെ മൃഗങ്ങൾ നിറഞ്ഞതും അതിമനോഹരമായിട്ടൊരു വൃക്ഷത്തൊപ്പ് കാണാണ്ടല്ലോ. പലതരം പക്ഷികൾ ഹൃദ്യമായിട്ട് അവിടെ കൂകണുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഏതാ ഈ പ്രദേശം? ഇത് ആരുടെ ആശ്രമമാണ് എന്ന് പറയുകയാണ്, എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോമാഞ്ചം വന്നുപോയി. അങ്ങനെയുള്ള ആ കാട്ടിലേക്ക് രോമാഞ്ചം വരണം. അത് അത്ര അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കാടാ. അതുകൊണ്ട് ഈ കാട്ടിൽ നിന്ന് നാം പുറത്ത് എത്തിയിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഈ ആശ്രമപദം സുഖവാസത്തെ കൊണ്ട് അല്ലെങ്കിൽ സുഖത്തെ പ്രദാനം ചെയ്യണം. ആകർഷകമാണ് ഈ ആശ്രമപദം. ഇത് ആരുടെയാണ്? പാപികൾ, ബ്രഹ്മഹത്യ ചെയ്യുന്ന ദുഷ്ടചാരികൾ, യജ്ഞവിഘ്നകാരികളായിട്ട് ദുരാത്മാക്കൾ എവിടെയാണ് വന്നുകൂടിയിരിക്കുന്നത്? എവിടെയാണ് യജ്ഞക്രിയകൾ നടക്കുന്നത്? യജ്ഞപരിപാലനം ചെയ്യേണ്ടത്, ശല്യകാരിയായിട്ടുള്ള രാക്ഷസരെ വധിക്കേണ്ടത്, ആ സ്ഥലം ഏതാണ്? എല്ലാം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ 28-ാം സർഗം സമാപിച്ചു. ഇനി 29-ാം സർഗം പറയുകയാണ്. മഹാ തേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രമുനി ഈ അപ്രമേയനായിട്ടുള്ള രാമൻ്റെ വാക്കുകളെ, ചോദ്യങ്ങളെയൊക്കെ കേട്ട് വിസ്തരിക്കാൻ തുടങ്ങി. അല്ലയോ രാമ മഹാബാഹോ, ഇവിടെ ദേവപൂജനായിട്ട് മഹാവിഷ്ണു അനേകം ശതവർഷങ്ങൾ തപസ് ചെയ്തിട്ട് വാമനപൂർത്തിയുടെ പൂർവാശ്രമമായിട്ടുള്ള ഇത് സിദ്ധാശ്രമം എന്ന പേരിലാണ് അറിയപ്പെടുക. ഇവിടെയാണ് ഞാൻ വസിക്കുന്നത്. ഈ വിശ്വാമിത്രൻ പറയാണ്, ആ മഹാതപസ്യ സിദ്ധനായത് ഇവിടെ വെച്ചായതുകൊണ്ടാണ് വിഷ്ണുവിന് ഈ വിഷ്ണു തപസ് ചെയ്തതായിട്ടുള്ള ആ കാലത്ത് വിരോചനപുത്രനായിട്ടുള്ള മഹാബലി ഈ ഇന്ദ്രനോട് കൂടിയ ദേവഗണങ്ങളെയും അതേപോലെ മരുദേവതകളെയും എല്ലാവരെയും കീഴടക്കിയിട്ട് ത്രിലോക വിശ്രുതനായിട്ട് രാജ്യഭാരം ചെയ്തു വന്നേർന്നത്. അതുകൊണ്ട് ഇത് സിദ്ധാശ്രമം. ആ വാമനാവതാര കഥ ഒന്നിങ്ങനെ സൂചിപ്പിക്കുകയാണ്. മഹാബലവാനായിട്ടുള്ള അസുരരാജാവ് മഹാബലി യജ്ഞമൊക്കെ നടത്തി. ആ യാഗം ചെയ്യുന്ന സമയത്ത് ദേവന്മാർ അഗ്നിയെ മുൻനിർത്തി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. വിഷ്ണു ഭഗവാനോട് പറഞ്ഞു, വിഷ്ണു ഭഗവാനെ, ഈ വിരോചനൻ്റെ പുത്രനായിട്ടുള്ള മഹാബലി ഒരു വലിയ യാഗം ചെയ്യുന്നുണ്ട്. അത് പൂർത്തിയാകും മുമ്പ് അങ്ങ് കാര്യം സാധിപ്പിച്ചു തരണേ. എവിടെ നിന്ന് ആര് വന്നു എന്ന് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അങ്ങ് ദേവഹിതത്തിനായിക്കൊണ്ട് മായാബലം കൈക്കൊണ്ട് വാമനരൂപമെടുത്ത് നന്മ ഞങ്ങൾക്ക് നേടിത്തരണേ. ഇതിനിടയ്ക്ക് അഗ്നിപ്രഭനായിട്ട് തേജസ് കൊണ്ട് ജ്വലിക്കുന്നവനായിട്ടുള്ള കശ്യപൻ, ഈ കശ്യപൻ്റെ പുത്രനായിട്ടുള്ള വാമന രൂപിയായിട്ടുള്ള മഹാവിഷ്ണു, അതേപോലെ തന്നെ ഈ കശ്യപൻ്റെ പത്നിയായിട്ടുള്ള അതിഥിയോട് കൂടിയിട്ട് 1000 ദേവവർഷങ്ങൾ തപസ് ചെയ്തിരുന്നു. അവിടെ ആ മഹാവിഷ്ണുവിനെ ഇപ്രകാര സ്തോത്രങ്ങളെ കൊണ്ട് നന്നായിട്ട് സ്തുതിച്ചു എന്നാണ്. തപോമയം തപോരാശിം തപോമൂർത്തിം തപാത്മകം തപസാത്വാം സുതപ്തേന പശ്യാമി പുരുഷോത്തമം ശരീരേ തവ പശ്യാമി ജഗൽ സർവമിദം പ്രഭോ ത്വമനാദിരനിർദ്ദേശസ്ത്വാമഹം ശരണം ഗതാ. തമുവാച ഹരിപ്രീത കശ്യപം ധൂതകൽമഷം വരം വരയ ഭദ്രം തേ വരാർഹോസി മതം നമാം. ഇപ്പോൾ നന്നായിട്ട് തപോമയനായിട്ട്, തപോരാശിയായിട്ട്, തപോമൂർത്തിയായിട്ട്, തപാത്മകനായിട്ട്, തപസ്സായിട്ട് തന്നെ വിളങ്ങുന്നതായിട്ടുള്ള ഭഗവാനെ, അങ്ങനെ നന്നായി തപസ് ചെയ്തതായിട്ടുള്ള ഞാൻ ഇതാ എൻ്റെ അകക്കണ്ണിൽ എനിക്ക് അങ്ങയെ കാണാൻ സാധിക്കുന്നു. അങ്ങ് അനാദിയാണ്, അവർണ്ണനീയാണ്, ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ജഗത് സ്വരൂപിയാണ്, വിരാട് സ്വരൂപിയാണ്, സ്വരാട്ടാണ്. അങ്ങനെയുള്ള വിശ്വനായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ എന്താ ഉൾക്കണ്ണിൽ കാണുന്നു. അത് സൂക്ഷ്മ രൂപത്തിലാണ്, ഭഗവാന്റെ രൂപത്തിൽ ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വിഷ്ണു ഈ കശ്യപനോട് പറഞ്ഞു, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ, അങ്ങ് വരത്തിന് അർഹനാണ്, എന്ത് വരാ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ മരീചിപുത്രനായിട്ടുള്ള ഈ കശ്യപൻ പറഞ്ഞു, അങ്ങ് വരദനാണ്, അരുതിക്കും ദേവന്മാർക്കും വരം യാചിക്കുന്ന ഈ എനിക്കും പ്രീതനായിക്കൊണ്ട് അങ്ങ് വരം തരണം. എനിക്കും അരുതിക്കും പുത്രനായിട്ട് അങ്ങ് അവതരിക്കണം. ഈ അസുര മർദ്ദനം ചെയ്യുന്നതായിട്ടുള്ള അസുര ദൈത്യ രാക്ഷസ വധം ചെയ്യുന്നതായിട്ടുള്ള അങ്ങ് ഇന്ദ്രൻ്റെ ഇളയ സഹോദരനായിട്ട് എനിക്ക് പുത്രനായിട്ട് പിറക്കണേ. ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ഈ ദേവന്മാർക്ക് സഹായം നൽകണേ. അങ്ങയുടെ പ്രസാദം കൊണ്ട് ഈ ആശ്രമം സിദ്ധാശ്രമമായിട്ട് അറിയപ്പെടണേ. യജ്ഞകർമ്മങ്ങൾ പൂർത്തിയാക്കിയ ഈ ആശ്രമത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഇങ്ങനെ
മഹാതേജസ്വിയായിട്ടുള്ള വിഷ്ണു അതിഥിയുടെ കശ്യപൻ്റെ രണ്ടുപേരുടെയും പൂജയെ സ്വീകരിച്ചുകൊണ്ട് അതിഥിയുടെയും കശ്യപൻ്റെയും പുത്രനായിട്ട് വന്നു. പിന്നീട് വാമനമൂർത്തി എന്ന പേരിൽ വിരോചനപുത്രൻ്റെ വധത്തിനായിക്കൊണ്ട്, അല്ലെങ്കിൽ വിരോചനപുത്രനെ വധിക്കൊന്നുമില്ല, മറിച്ച് ഒരു യാജ്ഞാച്ഛലം എന്നാണ് പറയുക. എന്നിട്ട് യഥാർത്ഥത്തിലുള്ള തെറ്റെന്താണോ അത് ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ഭരിക്കേണ്ടത് ഈ പുരന്ദ്രൻ എന്ന ഇന്ദ്രനാണ്, അതിനെ ബോധ്യപ്പെടുത്തി. അങ്ങേക്ക് അടുത്ത ഇന്ദ്ര പട്ടം അത് ഞാൻ തരാം, അതുവരെ സുതലത്തിൽ വസിച്ചോളൂ എന്ന് പറയാനാണ്. അപ്പോൾ ഇതുവരെ കൈയടക്കിയതായിട്ടുള്ള ഈ ദേവലോകം അല്ലെങ്കിൽ 3 ലോകവും അതിൻ്റെ ഭരണ ചുമതല മുഴുവൻ ഇന്ദ്രൻ ബലിയിൽ നിന്നും വാങ്ങിയിട്ട്, യാചിച്ച് വാങ്ങിയിട്ട് അത് ഇന്ദ്രന് കൊടുത്തു. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ മർത്യരൂപത്തിൽ വന്നു, വാമന രൂപനായിട്ട് മാറി എന്ന് പ്രത്യേകം പറയാണ്. ഭിക്ഷുകനായിട്ടുള്ള വടുവായിട്ട് കമണ്ഡലു ജഡ എന്നിവയോടുകൂടി അവിടെ അവതരിച്ചു എന്നാണ്. അഥ വിഷ്ണുർ മഹാതേജ അതിത്യാം സമജായത വാമനം രൂപമാസ്ഥായ വൈരോചനുപാഗമത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെ ഭഗവാൻ ആ ഹരിയായിട്ടുള്ള ഈ വാമനരൂപി കശ്യപനോട് പറഞ്ഞു, ഭവാൻ അങ്ങയ്ക്ക് സ്വസ്തി ഭവിക്കട്ടെ. മഹാരാജാവേ, അങ്ങയുടെ യജ്ഞം വളരെ നന്നായിരിക്കുന്നു എന്ന് സമ്മതിച്ചു. അതിന് ശേഷം ഈ ബലിയുടെ അടുത്തേക്ക് അവിടെ ചെന്നു. എന്നിട്ട് ബലിയോട് പറയാണ്, അങ്ങ് ചെയ്തിട്ടുള്ള ഈ യാഗങ്ങളൊക്കെ വളരെ കേമായിരിക്കുന്നു കേട്ടോ. നാം ദാനം ചോദിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ച് മറ്റൊരു യാഗം ചെയ്യുന്നതായിട്ടുള്ള ഈ ബലിയുടെ അടുത്തേക്ക് എത്തി. അവിടെ ആചാര്യ ശുക്രനാണ്. അത് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ദാനം വാങ്ങാനാണ് വന്നിറക്കണത്. മഹാരാജാവേ, അങ്ങയുടെ മഹത്തായ യജ്ഞത്തെ പറ്റി കേട്ടിട്ട് അങ്ങയുടെ യാഗങ്ങളിൽ നിന്ന് അങ്ങയെ കണ്ട് വല്ലതും നേടണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ വാമനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇപ്പോഴാണ് എൻ്റെ ജന്മം സഫലമായത്, എൻ്റെ തപസ് സഫലമായത്. ഇത് തപസ്സല്ല, അവിടെ മറ്റേ യാഗാദികളാണ്. എൻ്റെ രാജ്യം അത് ധന്യമായിരിക്കുന്നു. എൻ്റെ പ്രവൃത്തികളൊക്കെ അതൊക്കെ സുഹൃതങ്ങളായിട്ടും വെച്ചാൽ നിവൃത്തി മാർഗമായിട്ട് മാറി. എൻ്റെ യജ്ഞം സഫലമായി, ഞാൻ കൃതാർത്ഥനായി. ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ടത്? എൻ്റെ സർവസ്വവും, ധനൗഖം, ധനം മുഴുവൻ, ഗ്രാമം, നഗരം, രാഷ്ട്രം, വാഹനം, ആന, കുതിര, തേര്, കാലാർപ്പട എന്നുവെച്ചാൽ സൈന്യങ്ങളൊക്കെ, പിന്നെ എന്തൊക്കെയാണോ എനിക്കുള്ളത് അത് മുഴുവൻ അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം മഹാബാഹോ അനഘ ഞാൻ അങ്ങേക്ക് തന്നുകൊള്ളാം. ഇങ്ങനെ പറയുകയാണ്. അദ്യമേ സഫലം രാജ്യം അദ്യമേ സുഹൃതം കൃതം അദ്യമേ സഫലോ യജ്ഞ കൃതാർത്ഥ കൃതവാനഹം ത്വദർത്ഥം കൽപ്പിതം ചൈവ മമ സർവസ്വമേവ ഹി ധനൗഖം രത്നരാശിം ച ഭൂഷണം ധാന്യസഞ്ചയം ഗ്രാമം വാ നഗരം വാ രാഷ്ട്രം വാ യാനമേവ വാ ഹസ്ത്യാശ്വരഥപത്തീനാം സംഗ്രഹശ്ചാന്യദേവ വാ കിമിച്ഛസി മഹാബാഹോ തദ്ദദാമി തവാനഘാം. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, എല്ലാം തരാട്ടോ എന്ന് രാജാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, മഹാബലിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഭഗവാൻ വാമനൻ ചിരിച്ചും കൊണ്ട് ബലിയോട് പറഞ്ഞു, ഇതെല്ലാം എനിക്കെന്തിനാ? ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ഈ സാധനം തന്നിട്ട് ഒന്നും എനിക്ക് കാര്യമില്ല. പക്ഷേ ഒരു 3 അടി മണ്ണ് എനിക്ക് അളന്നെടുക്കാൻ അങ്ങ് അനുവാദം തരുമോ? ഇങ്ങനെ വാമനൻ പറഞ്ഞപ്പോൾ ആ ബലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രഹ്മൻ, അങ്ങ് യാതൊന്നാണോ ആഗ്രഹിക്കുന്നത്, എന്താണാവോ പ്രവർത്തിക്കാൻ ഇച്ഛിക്കുന്നത്, അത് ചെയ്തോളൂ. വാമനന് ഭൂമി കൊടുക്കാൻ നിശ്ചയിച്ചതായിട്ടുള്ള ഈ ബലി അത് കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഗുരുവായിട്ടുള്ള ശുക്രൻ പറഞ്ഞു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, യോഗികൾ, അസുരന്മാർ, ദേവന്മാർ ഇവർ ആരും ഉള്ളതുപോലെ അറിഞ്ഞിട്ടില്ലാത്ത ദേവനായിട്ടുള്ള അനശ്വരനായിട്ട് മഹാവിഷ്ണുവാണ് ഈ വന്നിരിക്കുന്ന വാമനൻ. അതുകൊണ്ട് ദാനത്തിന് എതിരാണ്. അങ്ങ് രാജപുരോഹിതനായിട്ടുള്ള എന്നെ, ശുക്രനെ അനുസരിക്കണം. അപ്പോൾ ഈ മഹാബലനായിട്ടുള്ള വൈനതേയൻ ഗരുഡൻ ആ ശുക്രാചാര്യരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒന്ന് പ്രഹരിച്ചു ഇത്രേ. മാറ്റി നിർത്തിയെന്ന് കൂട്ടിയാൽ മതി, അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും അതില്ല. അതായത് എഴുതിയിട്ടുണ്ട്,
ഗൃഹീത്വ അതാടയാമാസ വൈനതേയോ മഹാബല. മഹാബലനായിട്ടുള്ള ഈ വൈനതേയം എന്ന് പറഞ്ഞാൽ ഗരുഡൻ കുറച്ച് താടനം ചെയ്തു ശുക്രാചാര്യരെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നാണ്. ഏതായാലും അങ്ങനെ യജമാനായിട്ട് മഹാബലി പത്നിയോട് കൂടിയിട്ട് ആലോചിച്ച് നിശ്ചയിച്ച് മായാരൂപത്തിൽ ദേവേശൻ എന്ന രൂപത്തിൽ എൻ്റെ ഈ യജ്ഞത്തിൽ മഹാവിഷ്ണു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഈ യജ്ഞത്തിൻ്റെ സാഫല്യമായിട്ട് കണക്കാക്കേണ്ടി വരും. അങ്ങനെ പറയുകയും ചെയ്തു. അതിനുശേഷം മഹാത്മാവായിട്ടുള്ള വാമനന് ഈ ജലപൂർവം ഇങ്ങനെ പറഞ്ഞു. അത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറയാണ്, പാദത്രയത്താൽ അളന്ന് ഭൂമിയെ അങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. അപ്പം അവിടെയൊക്കെ പ്രത്യേകതയുണ്ട്. എന്താണ്? തഥാ ഏതത് യജ്ഞസാഫല്യം ഏവ അസ്തു ഇതി ചാബ്രവീത് ഇതി മത്വോദകം ദത്തം വാമനായ മഹാത്മനെ തവ പാദത്രയാക്രാന്താം ഗൃഹാണാദ്യ മഹീം പ്രഭോ. പാദങ്ങളെ ഒന്ന് നല്ലോണം പ്രയോഗിക്കണം, ആക്രാന്തം. അപ്പം അത് അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഇത് മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ആ വാമനൻ്റേതായിട്ട് മാറും. ഇതാണ് ശുക്രാചാര്യർ പറഞ്ഞത്. പക്ഷേ അതപ്പോൾ അത്ര വേണ്ട രീതിയിൽ ഗ്രഹിച്ചില്ല. പിന്നെ അത് എടുത്തുകൊണ്ട് കുഴപ്പമില്ല, കാരണം വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ ചോദിച്ചിട്ട് ദാനം ചെയ്ത വെച്ചാൽ അത് വലിയ പുണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദാനം ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ വിഷ്ണു അത് എന്നിൽ നിന്ന് എടുക്കുകയും ചെയ്യും. അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്തോട്ടെ, ഞാൻ എന്താ കൊടുക്കണം എന്ന് പറയാണ്ടായത്. അങ്ങനെ തീർത്ഥം കയ്യിലെടുത്ത് ഇതങ്ങോട്ട് കൊടുത്തു. ഉദകപൂർവ്വം കൊടുത്തു കഴിഞ്ഞപ്പോൾ വിഷ്ണു വാമനരൂപം വിശ്വരൂപനായിട്ട് അങ്ങോട്ട് മാറി. വിരാട്ട് വിശ്വൻ സ്വരാട്ട് ആയിട്ട് അങ്ങോട്ട് മാറി. ഈ വിരാട് രൂപം അങ്ങോട്ട് വളർന്ന് വലുതായിട്ട് ഈ സർവ്വ ആയുധങ്ങളോട് കൂടിയിട്ട് സഹസ്രാക്ഷനായിട്ട് സഹസ്രപുരുഷനായിട്ട് നടത്തും. ദിക്കുകൾ വിദിക്കുകളൊക്കെയാണ് നിറഞ്ഞു. വാമനരൂപത്തിൽ നിന്ന് വളർന്ന ഈ വിശ്വരൂപം ഈ ബലി കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വിഷ്ണു തന്നെയാണെന്ന് ധർമാനുസൃതം മനസ്സിലാക്കി പൂജിച്ചു. ഇപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഒരു കളവാണല്ലോ കാട്ടിയത്. പക്ഷേ ആ കളവിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഭഗവാന് കീഴ്പ്പെട്ടുകൊണ്ട് ഭഗവാനായി കണ്ടുകൊണ്ട് പൂജിച്ചു, വിഷ്ണുവായി കണ്ടുകൊണ്ട് പൂജിച്ചു. അപ്പോൾ സർവ്വലോകഹിതത്തിനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പൂജയും അപ്രകാരത്തിലാണ് ചെയ്തത്. അങ്ങനെ പൂജ സ്വീകരിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ 3 പദങ്ങളെ കൊണ്ട് ത്രീൻ ക്രമാൻ 3 പദങ്ങളെ കൊണ്ട് ക്രമത്തിൽ അളന്നെടുത്തു എന്നാണ്. യാചിച്ചിട്ട് ഭൂമി സ്വീകരിക്കാം. അതേപോലെ ആകാരം വലുതാക്കിയിട്ട് ചെറിയ അതായത് 3 അടി ഉയരേ ഉള്ളൂ ആകെ വാമനന്. ആ രൂപത്തിൽ വന്നിട്ടാണ് ഇത് ചോദിച്ചത്. അളന്നെടുത്തതോ ഈ 3 ലോകത്തെയും മുഴുവൻ ഒരുമിച്ച് തൻ്റെ ശരീരത്തിൽ കാണിപ്പിച്ചുകൊണ്ടാണ്. 3 ലോകത്തിൻ്റെ അത്രയും വളർന്നു. 3 ലോകം വെച്ചാൽ 14 ലോകവും ബ്രഹ്മാണ്ടം മുഴുവൻ വളർന്നു എന്നർത്ഥം. അതാണ് സഹസ്രപുരുഷൻ. അപ്പോൾ ആ രൂപത്തിൽ വളർന്നിട്ടാണ് ഇത് അളന്നെടുക്കുന്നത്. ഇനി എന്താ അളന്നെടുക്കാൾ കഴിഞ്ഞില്ലേ? അതാണ്. അപ്പോൾ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ലോകാർത്ഥിയായിട്ടുള്ള ഇന്ദ്രൻ്റെ ആവശ്യത്തെ ഇപ്രകാരത്തിലാണ് വാമനരൂപിയായിട്ടുള്ള ഈ ഭഗവാൻ സ്വരാട് രൂപിയായിട്ട് വിരാട് രൂപിയായിട്ട് വിശ്വനായിട്ട് വിശ്വരൂപനായിട്ട് അളന്നെടുത്തത്. അപ്പോൾ ഓജസ് കൊണ്ട് ബലിയെ കീഴടക്കി അളന്നെടുത്തതായിട്ടുള്ള ഈ 3 ലോകത്തെയും ഇന്ദ്രന് ദാനം ചെയ്തു, അല്ലെങ്കിൽ ഇന്ദ്രന് തിരിച്ചു നൽകി. പിന്നെ 3 ലോകങ്ങളും ഇന്ദ്രൻ്റെ കീഴിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങനെ വാമനമൂർത്തി വസിച്ചതായിട്ടുള്ള ഈ എന്ത് പ്രവൃത്തി ചെയ്താലും ഫലത്തെ കാണും എന്ന ഒരു സ്ഥലമാണ് ഈ സിദ്ധാശ്രമം എന്ന് വിശ്വാമിത്രൻ ആ കഥയെ ഒന്ന് സൂചിപ്പിച്ചിട്ട് അമ്മനോട് പറഞ്ഞു. അപ്പോൾ വിഘ്നകാരികളായിട്ടുള്ള പലരും ഇവിടെ രാക്ഷസന്മാർ ആശ്രമത്തിലേക്ക് നിരന്തരം വരികയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ എനിക്ക് അവരെ എതിർക്കാൻ പ്രയാസമില്ല. പക്ഷേ ഞാൻ ദീക്ഷിതനായിപ്പോയി. അപ്പോൾ ഞാനിവിടെ വസിക്കാനുള്ള കാരണം സിദ്ധാശ്രമം ആയതുകൊണ്ടാണ്. ഇവിടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കാലം അങ്ങനെയാണല്ലോ. കാലം എല്ലാറ്റിനും അതിൻ്റേതായിട്ട് ചില കാര്യങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആശ്രമത്തിലേക്ക് വരുന്ന ഈ ദുഷ്ടശക്തികളെ അങ്ങ് രാമ ഇവിടെ വെച്ച് വധിക്കണം. ദുഷ്ടചാരികളായതിനാൽ അത് നമുക്ക് അങ്ങനെ വധം ചെയ്തു വെച്ചുകൊണ്ട് കുഴപ്പങ്ങളൊന്നും വരില്ല. അതായത് അതിനൊരു നിയമവിരുദ്ധം ആയിട്ട് സംഭവിക്കില്ല. മാത്രമല്ല ഇത് ഉത്തമമായിട്ടുള്ള ആശ്രമമായിട്ട് മാറുകയും വേണം. നമുക്ക് ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സിദ്ധാശ്രമം എൻ്റെയാണ്, ഇപ്പോൾ ഞാനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്
പറഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ അങ്ങയുടേതാണ് കേട്ടോ രാമ, എന്നുവെച്ചാൽ വാമനൻ്റെ ആണല്ലോ. അപ്പോൾ ഇത് അങ്ങയുടേതാണ് കേട്ടോ രാമ എന്ന് പ്രത്യേകം പറഞ്ഞു. ഇങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് രാമലക്ഷ്മണന്മാരുടെ ആശ്രമത്തിലേക്ക് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പ്രവേശിക്കുന്നതായിട്ടുള്ള മഹർഷി പുണർദം നക്ഷത്രങ്ങളോട് കൂടിയ ചന്ദ്രനെ പോലെ ഈ അതൊരു പ്രത്യേക ഉപമയാണ്. അവിടെ പുനർവസു മിഥുനം രാശിയിലെ ശോഭയാർന്നുള്ള 2 നക്ഷത്രങ്ങളോട് കൂടിയതാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ അതിൻ്റെ കൂടെ 7 നക്ഷത്രങ്ങളും കൂടിയുണ്ട്. അതിങ്ങനെ കണ്ടാൽ ഒരു തോണിയാണോ എന്ന് തോന്നും. ആ നക്ഷത്ര രാശികളെ കണ്ട് സിദ്ധാശ്രമ നിവാസികളെല്ലാം ചാടി എണീറ്റ്, ഇവിടെ രാമനും ലക്ഷ്മണനുമാണ്, അതേപോലെ വിശ്വാമിത്രനും ഉണ്ട്. അവരെ കണ്ടപ്പോൾ മറ്റേ ഈ ഋഷികുമാരന്മാരെല്ലാം ചാടി എണീറ്റു. എന്നിട്ട് വന്ദിച്ചു, വിശ്വാമിത്രനെ പൂജിച്ചു. രാജകുമാരന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള അതിഥി സൽക്കാരാദികൾ പൂജകളൊക്കെ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വിശ്രമിച്ച് ശത്രുനാശകനായിട്ടുള്ള രാമൻ ഈ രാജപുത്രന്മാർ തൊഴുതുകൊണ്ട് മുനിശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, മുനിശ്രേഷ്ഠ അങ്ങേക്ക് മംഗളം. ഇപ്പോൾ തന്നെ യജ്ഞദീക്ഷ കൈക്കൊണ്ടാലും. വിശ്വാമിത്രനോട് പറയുകയാണ്, ഈ സിദ്ധാശ്രമം അന്വർത്ഥമാക്കി തന്നെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താലും ഫലവത്താവണം എന്നാണല്ലോ. അപ്പോൾ സിദ്ധി കിട്ടും. അങ്ങയുടെ വാക്കുകൾ സത്യമായി ഭവിക്കുകയും ചെയ്യും. അപ്പോൾ യാഗം പൂർത്തിയാവും എന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് ഇന്ദ്രിയനിഗ്രഹം ചെയ്ത് സ്വതേ ഉണ്ട്, ശമദമങ്ങളുണ്ട്. അതുകൊണ്ട് നിയതമായിട്ട് ചേതസ്സോട് കൂടിയിട്ട് ബ്രഹ്മർഷിയായിട്ടുള്ള വിശ്വാമിത്രൻ യജ്ഞദീക്ഷ വീണ്ടും കൈക്കൊണ്ടു. അതിനുശേഷം സമുചിതമായിട്ട് ചേതസ്സോട് കൂടിയിട്ട് ഈ രാജകുമാരന്മാർ രാത്രി അവിടെ കാവൽ നിന്നു. രാവിലെ പ്രാതസന്ധ്യാദി കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് അതീവ ശുദ്ധിയോട് കൂടിയിട്ട് അഗ്നിഹോത്രാദികളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത് ആ വിശ്വാമിത്ര മഹർഷിയെ നല്ലോണം നമസ്കരിച്ചു. പിന്നെ ആ യാഗത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവിടെ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ 29ാമത്തെ സർഗം അവിടെ അവസാനിപ്പിച്ചത്. അങ്ങനെയുള്ള ആ വാമനനെയും സ്മരിച്ചുകൊണ്ട് ശ്രീരാമൻ തന്നെയാണ് വാമനൻ, വാമനൻ തന്നെയാണ് ശ്രീരാമൻ എന്ന് നമുക്ക് ഒരു പ്രചോദനം തന്നുകൊണ്ടാണ് അവിടെ ഈ അധ്യായം സമാപിപ്പിച്ചത്. അപ്പം ഇനി ആരാണ് ഈ ഭഗവാൻ എന്നുള്ളത് ഒന്നിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അടുത്ത സർഗം തുടങ്ങുന്നത് എന്ന് നമുക്ക് നാളെ പറയാം. സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ, ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ, ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ. ഇനിയിപ്പോൾ സുബാഹുവധം, അതേപോലെ മാരീചനെ കടലിലേക്കിടൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ യാഗത്തിൻ്റെ ഇടയ്ക്ക് നടക്കും. അത് അടുത്ത സർഗം മുതൽ ക്രമേണയായിട്ട് കേൾക്കാം. ഇപ്പോൾ 29 സർഗം കഴിഞ്ഞു. 77 സർഗങ്ങളാണ് ഈ ബാലകാണ്ഡത്തിൽ ഉള്ളത്. നാരായണ നാരായണ നാരായണ.